ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ശ്രീ വി രാജേഷ് അറിയുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2026 ഏപ്രിൽ 1 നിലവിൽ വന്നു. ഈ നിയമം ഇതുവരെ നിലവിലുണ്ടായിരുന്ന എല്ലാ നിയമങ്ങളെയും സൂപ്പർസീഡ് ചെയ്തുകൊണ്ടുള്ളതാണ്. SWM റൂൾ 2026 ഷെഡ്യൂൾ 1 പേജ് 114 അനുസരിച്ച് പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷനുള്ള ടൈം ലൈൻ ഇപ്രകാരമാണ്. അർബൻ ഏരിയകളിൽ മില്യൺ പ്ലസ് പോപ്പുലേഷൻ ഉള്ള സിറ്റി ആണെങ്കിൽ 1 ഏപ്രിൽ മുതൽ 18 മാസത്തിനുള്ളിലും, പോപ്പുലേഷൻ 5 മുതൽ 10 ലക്ഷം വരെ ആണെങ്കിൽ 1 ഏപ്രിൽ മുതൽ 24 മാസത്തിനുള്ളിലും, മറ്റെല്ലാ അർബൻ ഏരിയകളിലും 36 മാസത്തിനുള്ളിലും ഈ നിയമം അനുസരിച്ച് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയിരിക്കേണ്ടതാണ്. SWM റൂൾസ് 2026 ഏപ്രിൽ 1 നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ സുപ്രീം കോടതി ഭോപ്പാൽ മുനിസിപ്പൽ കോർപ്പറേഷൻ വേഴ്സസ് ഡോക്ടർ സുഭാഷ് സി പാണ്ഡെ ആൻഡ് അതേഴ്സ് എന്ന കേസിൽ ഫെബ്രുവരി 19 ഇപ്രകാരം ഉത്തരവിട്ടിരുന്നു. ഏപ്രിൽ 1 നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് കോർപ്പറേഷൻ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തയ്യാറാക്കണം എന്ന്. അതായത് ഏപ്രിൽ 1 മുതൽ 100% നടപ്പാക്കാൻ വേണ്ടി 40 ദിവസം മുൻകൂർ സമയം തന്നിരുന്നു. ഇത് ഓപ്ഷണൽ അല്ല, മാൻഡേറ്ററി ആണ്. അതിനാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിയമം അനുസരിച്ച് 5 ടണ്ണിന് മുകളിൽ വേസ്റ്റ് പ്രോസസ് ചെയ്യുന്ന എല്ലാ സെൻട്രലൈസ്ഡ് ഡീസെൻട്രലൈസ്ഡ് വേസ്റ്റ് പ്രോസസ്സിംഗ് പ്രോജക്റ്റുകളിലും ഇനി പറയുന്ന ഗൈഡ് ലൈനുകൾ നിർബന്ധമായും നടപ്പാക്കേണ്ടതാണ്. ആദ്യ വ്യവസ്ഥ: തുറന്ന സ്ഥലത്ത് വേസ്റ്റ് പ്രോസസ്സിംഗ് പാടില്ല. നെഗറ്റീവ് പ്രഷർ കൊടുത്ത് ക്ലോസ്ഡ് ഷെഡുകളിൽ വേണം ഇനി വേസ്റ്റ് പ്രോസസ് ചെയ്യാൻ. അശുദ്ധ വായു ഫിൽട്രേഷൻ സിസ്റ്റത്തിലൂടെ ശുദ്ധീകരിച്ച് പുറത്തേക്ക് വിടണം. ഈ വ്യവസ്ഥ പാലിക്കുമ്പോൾ ദുർഗന്ധം ഒഴിവാക്കാം, വായു വഴി പകരുന്ന രോഗങ്ങൾ തടയാം, പരിസരവാസികൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാം. റെഫറൻസ്: SWM റൂൾ 2026 ഷെഡ്യൂൾ 2E പേജ് 117, ഷെഡ്യൂൾ 3A പേജ് 118, കൂടാതെ KSPCB 5.10 പേജ് 3. ജലസ്രോതസ്സുകളുടെ സംരക്ഷണം. വേസ്റ്റ് പ്രോസസ്സിംഗ് ഏരിയയുടെ 50 മീറ്റർ ചുറ്റളവിലെ ജലസ്രോതസ്സുകൾ ടെസ്റ്റ് ചെയ്ത് മോണിറ്റർ ചെയ്യണം. പദ്ധതി തുടങ്ങുന്നതിന് മുൻപും ശേഷവും ഇത് ആവശ്യമാണ്. റെഫറൻസ്: SWM റൂൾ 2026 ഷെഡ്യൂൾ 2D ആൻഡ് E പേജ് 115 മുതൽ 117 വരെ. തീപിടുത്തവും സ്ഫോടനവും തടയുക. ലോവർ എക്സ്പ്ലോഷൻ ലിമിറ്റ് ഇന്റർലോക്കുകൾ അഥവാ LEL ഇന്റർലോക്കുകൾ, എക്സ്പ്ലോഷൻ പ്രൂഫ് ഉപകരണങ്ങൾ, ബ്ലോവറുകൾ എന്നിവ നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്യണം. റെഫറൻസ്: നാഷണൽ ഫയർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ 820 പേജ് 19. ജീവനക്കാരുടെ കുറവില്ല എന്ന് ഉറപ്പുവരുത്തുക. 15 യോഗ്യരായ ടെക്നിക്കൽ സ്റ്റാഫിന്റെ നിയമനം വേണം. 400 സ്ക്വയർ ഫീറ്റ് ലബോറട്ടറി സ്ഥലവും ഉപകരണങ്ങളും വേണം. NABL അക്രഡിറ്റേഷൻ ലബോറട്ടറിക്ക് ആവശ്യമാണ്. NABL അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന് ക്വാളിറ്റി മാനുവൽ തയ്യാറാക്കുന്നത് ഉൾപ്പെടെ വളരെയധികം കൃത്യതയുള്ള നടപടിക്രമങ്ങൾ ആവശ്യമാണ്. ഇക്കാര്യങ്ങളിലെല്ലാം എക്സ്പെർട്ടൈസ് ഉള്ളവരുടെ സേവനം നിർബന്ധമാണ്. റെഫറൻസ്: SWM റൂൾ 2026, കൂടാതെ ഫാക്ടറീസ് ആക്ട് വകുപ്പ് 7 പേജ് 15. അപ്രതീക്ഷിത ചെലവില്ല. ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസിന് ONM 2.27 കോടി പ്രതിവർഷം ബഡ്ജറ്റ് വേണം. 5 വർഷത്തേക്ക് 10% പെർഫോമൻസ് ബാങ്കിംഗ് ഗ്യാരണ്ടി അഥവാ PBG വെണ്ടറിൽ നിന്ന് തടഞ്ഞു വെക്കണം. ഈ വിഷയത്തിന്റെ വളരെ വിശദമായ പ്രപ്പോസൽ ഏപ്രിൽ 28 അങ്ങയുടെ ഓഫീസിലേക്ക് രജിസ്റ്റേർഡ് പോസ്റ്റായി അയച്ചു തന്നിട്ടുണ്ട്. വളരെയധികം ടെക്നിക്കാലിറ്റികൾ ഉള്ള വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതി പുതിയ നിയമപ്രകാരം നടപ്പിലാക്കിയെടുക്കുന്നതിന് കോർപ്പറേഷൻ ആഗ്രഹിക്കുന്ന പക്ഷം ഞാനും എന്റെ കൊളീഗായ ഡോക്ടർ രഘുനാഥൻ നായരും, റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ, VSSC ട്രിവാൻഡ്രം, ഞങ്ങളുടെ എക്സ്പെർട്ടൈസ് കോർപ്പറേഷൻ നൽകുന്നതിന് താല്പര്യമുണ്ടെന്ന് അറിയിക്കുന്നു. താങ്ക് യു.